നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ ഗ്രഞ്ച കബാഡിയിൽ അവസാനിപ്പിച്ചിട്ട് നാളെ അവർ സൗഹൃദ മത്സരം കളിക്കുകയാണ്. എതിരാളികൾ പനാമയാണ്. മറക്കാനയിൽ ആരാധകരോട് വിട പറയാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന മത്സരമാണ്. നാളെ വൈകിട്ട് ബ്രസീലിയൻ സമയം 6:30 ഈ മത്സരം ആരംഭിക്കുക. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്കാണ് ഈ മത്സരം. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങൾ കണ്ടിരുന്നു. അവരുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ആരൊക്കെയാണ് നാളത്തെ മത്സരത്തിൽ കളിക്കുക എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന എല്ലാ താരങ്ങളെയും ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അവൈലബിളായ എല്ലാ താരങ്ങളെയും, മാർക്കിഞ്ഞോസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഗബ്രിയൽ മെഗല്ലസും UCL ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും അവൈലബിൾ ആണോ ചോദിച്ചാൽ നെയ്മർ അല്ലാത്ത എല്ലാവരും അവൈലബിൾ ആണ്. അപ്പോൾ 22 താരങ്ങൾ അദ്ദേഹത്തിന് അവൈലബിൾ ആണ്. കഴിയാവുന്ന എല്ലാ താരങ്ങളെയും അദ്ദേഹം കളിക്കളത്തിൽ ഇറക്കുമെന്ന് പറയുന്നത്. ഇത് ഫ്രണ്ട്ലി മത്സരമാണ്, എത്ര വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. നമുക്കറിയാലോ, അത് രണ്ടാം പകുതിയിലൊക്കെ മുഴുവൻ ടീം അംഗങ്ങളെയൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, ആദ്യ ലെവലിൽ ആരൊക്കെ? അതൊരു സൂചനയാണ്. വേൾഡ് കപ്പിന് ആഞ്ചലോട്ടി കണ്ടെത്തുന്ന ആദ്യ ലെവലിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ സൂചന ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഡിഫൻസിൽ ബ്രമറും ലിയോ പെരീരോയും സെൻറ്റർ ബാക്കുമാരുടെ റോളിലുണ്ടാവും. വെസ്ലിയും അലക്സാൻഡ്രോയും ഇരുപാർശ്വങ്ങളിലായിട്ടുണ്ടാകും. കാസിമറോയും ബ്രൂണോ ഗുയ്മേറസുമായിരിക്കും മധ്യനിരയിൽ ഡിഫൻസീവ് മിഡുകളുടെ റോള് വഹിക്കുക. പിന്നെ മുന്നേറ്റത്തിന് ഇരുപാർശ്വങ്ങളിലായിട്ട് ലൂയിസ് എൻട്രിക്കയും വിനി ജൂനിയറും ഉണ്ടാകും. ഒരു നമ്പർ 10 റോളിൽ റാഫിഞ്ഞ ഉണ്ടാകും. ഗോൾ അടിക്കാൻ മാത്യൂസ് കുഞ്ഞ. ഇതാണ് ഇപ്പോൾ കോച്ച് ഗ്രൗണ്ടിൽ ഇറക്കാൻ പോകുന്ന ടീം. അപ്പം അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, വിനി ജൂനിയർ ആയിരിക്കുമോ ഈ മത്സരത്തിൽ, അല്ലെങ്കിൽ ഈ ബ്രസീൽ ടീമിൻ്റെ പ്രോട്ടോഗനിസ്റ്റ്, മെയിൻ കഥാപാത്രം വിനിയാകുമോ, സൂപ്പർ താരം വിനിയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, വിനീഷ്യസ് വളരെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്, അദ്ദേഹം വളരെ എക്സൈറ്റഡുമാണ്. ഏതായാലും ആവശ്യത്തിന് ഈ സീസണിൽ ഇപ്പോൾ അവന് റെസ്റ്റും കിട്ടിയിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അവന് വഹിക്കാൻ പറ്റും. കാരണം വിനി ഇൻ റീസെൻറ്റ് ഇയേഴ്സിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ റാഫിഞ്ഞോയും അതുപോലെ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സാണ് ഇവരൊക്കെ എന്നാണ് കോച്ചിൻ്റെ മറുപടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.